ഈ കാണുന്ന 2 രൂപയുടെ തീപ്പെട്ടി വെച്ചിട്ട് നമ്മളൊരു സ്മോക്കർ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അതായത് സ്മോക്ക് ബോംബ് നമ്മളിങ്ങനെ പിന്നൊക്കെ ഊരിയിട്ട് ഇങ്ങനെ എറിയുമ്പോൾ സ്മോക്ക് വരത്തില്ലേ, ആ സാധനം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ ആ ഒരു സ്മോക്കർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതേപോലെ ഒരു തീപ്പെട്ടിയാണ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു 3 ചന്ദനത്തിരിയാണ്. ചന്ദനത്തിരി ഇപ്പം നമുക്ക് ഏതും എടുക്കാം, അങ്ങനെ ഇന്നതൊന്നുമില്ല. ഇനി നമ്മൾ സ്മോക്കർ ഉണ്ടാക്കുന്നതിന് നമ്മൾ ആദ്യത്തെ പരിപാടി നമുക്ക് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു തീപ്പെട്ടിയിലെ ബോക്സ് നമുക്ക് തുറന്ന് നമ്മുടെ തീപ്പെട്ടിക്കൊള്ളികൾ ആദ്യം എല്ലാം പുറത്തെടുക്കാം. നമുക്ക് ഈ ഒരു തീപ്പെട്ടിക്കൊള്ളികളിൽ നിന്ന് ആ ഒരു മരുന്നുള്ള പോർഷൻ മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം ഓരോന്നോരോന്നായിട്ട് ഇനി അതിൻ്റെ മരുന്ന് നമുക്ക് അതിന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എന്തായാലും നമ്മുടെ ഈ ഒരു തീപ്പെട്ടിക്കൊള്ളിൽ നിന്ന് മരുന്ന് എടുക്കുന്നതിന് വരെ നമ്മുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ എന്തായാലും കുറച്ച് ടൈം എടുത്തെങ്കിലും നമ്മുടെ ആ ഒരു തീപ്പെട്ടിക്കൊള്ളിൽ നിന്ന് മരുന്നും കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് തീപ്പെട്ടിക്കൊള്ളിയാണ് നമ്മൾ ഇതിൽ മരുന്ന് എടുത്തോണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ ഒരു പരിപാടിയിൽ ഏറ്റവും നീണ്ട ഒരു പ്രോസസ്സ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ആ ഒരു തീപ്പെട്ടിക്കൊള്ളിൽ നിന്നുള്ള മരുന്ന് എടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദനത്തിരി നിന്നാണ്. ഇത് പക്ഷേ നമ്മുടെ ആ ഒരു തീപ്പെട്ടിക്കൊള്ളിയെക്കാട്ടി ഇച്ചിരി കൂടെ സിമ്പിളാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് കത്രി വെച്ച് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അതിൽ ആ ഒരു മരുന്ന് ഇങ്ങനെ പൊടിഞ്ഞ് ഇങ്ങനെ വരും. ഈ ഒരു തീപ്പെട്ടിക്കൊള്ളിയും പിന്നെ ഈ ഒരു ചന്ദനത്തിരി എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു സ്മോക്ക് കൂടുതൽ കൂടെ കൊണ്ടുവരാനാണ്. സ്മോക്ക് കൂടുതൽ നമ്മുടെ ആ ഒരു തീപ്പെട്ടി മാത്രമാകുമ്പോൾ നമ്മുടെ ആ ഒരു ജസ്റ്റ് തീ അതിൽ പറ്റി കഴിയുമ്പോൾ തന്നെ പെട്ടെന്നെല്ലാം കത്തി അങ്ങ് തീരും. അതേസമയം ചന്ദനത്തിരിയും കൂടെ ഉണ്ടെങ്കിൽ അതൊന്ന് ഇരുന്ന് പോഹയും നല്ലപോലെ. അപ്പോൾ അതിനാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ചന്ദനത്തിരി ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിന് ചെറിയൊരു തീപ്പെട്ടിക്കൂടിൽ നമ്മളിത് ഉണ്ടാക്കി സെറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം അതിൻ്റെ ഡ്യൂറേഷൻ കിട്ടുമെന്നോ ഒന്നും നമുക്കറിയത്തില്ല. എന്തായാലും പെട്ടെന്ന് തന്നെ കത്തി തീരുമെന്നാണ് നമ്മുടെ മനസ്സിൽ. എന്തായാലും നമ്മൾ തീ കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു സ്മോക്ക് പെട്ടെന്ന് തന്നെ വരും, പെട്ടെന്ന് തന്നെ ആ ഒരു സ്മോക്ക് പെട്ടെന്ന് തന്നെ പോകുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. സ്മോക്കറിന്റെ ചെറിയൊരു മിനിയേച്ചർ വേർഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. എന്തായാലും ചെറിയൊരു മിനിയേച്ചർ വേർഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സാധനം ഒന്ന് വർക്ക് ചെയ്ത് കണ്ടാൽ മതി. അങ്ങനെ ഇപ്പം നമ്മുടെ ആ ഒരു തീപ്പെട്ടിയുടെ ആ ഒരു മരുന്ന്, നമ്മുടെ ആ ഒരു ചന്ദനത്തിരിയുടെ ആ ഒരു മരുന്ന് നമ്മൾ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആ ഒരു തീപ്പെട്ടിയും മറ്റേ പൊടിഞ്ഞ് അത്യാവശ്യം പൗഡർ പോലാണ് ഇരിക്കുന്നത്. ഇനി നമ്മുടെ ഈ ഒരു ചന്ദനത്തിരിയും കൂടെ നമ്മൾ ജസ്റ്റ് നമ്മുടെ കത്രിയുടെ ഇത് വെച്ച് അറ്റം വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇടിച്ചിടിച്ചൊന്ന് പൊടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദനത്തിരിയും നമ്മുടെ ആ ഒരു തീപ്പെട്ടിയുടെ ഒരു മരുന്ന്, നമ്മൾ ആ ഒരു മരുന്ന് എടുത്ത് വെച്ചത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്യുവാണ്. അങ്ങനെ എന്തായാലും നമ്മുടെ സ്മോക്കറിന്റെ ഉള്ളിലത്തെ പരിപാടിയെല്ലാം നമ്മൾ ആദ്യമേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തെ പരിപാടിയൊക്കെ നോക്കാം. ബാക്കി പുറത്തെ പരിപാടിക്കായിട്ട് നമ്മൾ ഉപയോഗിച്ച ആ ഒരു തീപ്പെട്ടി നമ്മൾ ബോക്സ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബോക്സിൽ നിന്ന് നമ്മുടെ ആ ഒരു മരുന്നുള്ള പോർഷൻ നമുക്ക് ഇതേപോലെ ഒരെണ്ണം കട്ട് ചെയ്ത് എടുക്കണം. ഇതാണ് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ആ ഒരു സ്മോക്ക് കത്താൻ വേണ്ടി പവർ കൊടുക്കുന്ന സാധനം. അങ്ങനെ അത് സെറ്റായി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ട 4 തീപ്പെട്ടിക്കൊള്ളിയാണ്. ഇതേപോലെ 4 തീപ്പെട്ടിക്കൊള്ളി എടുത്തിട്ടുണ്ട്. ഈ ഒരു 4 തീപ്പെട്ടിക്കൊള്ളിയും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്കൊരു നൂൽ വെച്ച് നല്ലപോലെ അങ്ങോട്ട് വലിഞ്ഞ് ചുറ്റണം. എത്രത്തോളം ചുറ്റാവോ അത്രത്തോളം നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ചുറ്റി നല്ല കെട്ടി വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഉറപ്പിന് നമ്മൾ ഫെവിക്വിക്ക് അപ്ലൈ ചെയ്യണം. ഇതുകൂടെ ഉള്ളതുകൊണ്ട് സാധനം അനങ്ങാതെ അവിടെ ഇരുന്നുള്ളൂ. ഇനി നമ്മൾ ഇതേപോലെ ഒരു ചെറിയൊരു വയറിന്റെ കഷ്ണം നമ്മൾ ഇതേപോലെ റിങ് പോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്മോക്കറിന്റെ പിന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി, നമ്മുടെ വേറെ പിന്നായിട്ട് ഉപയോഗിക്കാൻ വേറെ സാധനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു ജസ്റ്റ് ഒരു വയറിന്റെ കഷ്ണം ഇതുപോലെ എടുത്തതാണ്. അതിന് നമ്മൾ നേരത്തെ ആ ഒരു തീപ്പെട്ടിക്കൂടിന്റെ ആ ഒരു മരുന്നിന്റെ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തില്ലേ, അതിങ്ങനെ അകത്ത് മടക്കി ഇതിങ്ങനെ വെക്കേണ്ടതാണ് ഈ ഒരു സാധനം. ഈ ഒരു സാധനം സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ആ ഒരു തീപ്പെട്ടി 4 തീപ്പെട്ടി ഒട്ടിച്ച് വെച്ചില്ലായിരുന്നു. ആ തീപ്പെട്ടികളുടെ ഇടയ്ക്കോട്ട് നമ്മുടെ ഈ ഒരു തീപ്പെട്ടിക്കൂടിന്റെ ആ ഒരു മരുന്നിന്റെ ഭാഗം നമ്മൾ അപ്പുറത്ത് 2 ഇപ്പുറത്ത് 2 അതിന്റെ തൊട്ട് സെന്ററായിട്ട് ഇറക്കി ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഇറക്കി വെക്കുമ്പോൾ തന്നെ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരുന്നുള്ളൂ. നമുക്ക് അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയും വേണം. എന്നാലും നമ്മൾ ആ ഒരു വലിക്കുമ്പോൾ ആ ഒരു കത്താനുള്ള പവർ കിട്ടത്തുള്ളൂ. ഇനി നമ്മുടെ ആ ഒരു തീപ്പെട്ടിക്കൂടിൽ ആ ഒരു തീപ്പെട്ടിക്കൊള്ളി വെച്ചിരുന്ന ഒരു ബോക്സ് എടുക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് 2 കട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനാണ് നമ്മുടെ ആ ഒരു പിന്ന് വരുന്ന ഒരു ഭാഗം. അങ്ങനെ നമ്മൾ ആ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന തീപ്പെട്ടി നമ്മുടെ ആ ഒരു മരുന്നും കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഒരു ബോക്സിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് അതിന്റെ കവർ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ആ ഒരു തീപ്പെട്ടിയൊന്നും അനങ്ങാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തായാലും ഇത് അടയുമ്പോൾ തന്നെ നല്ല ടൈറ്റ് ആയിട്ടാണ് നല്ലപോലെ കയറുന്നത്. എത്രയൊക്കെ ടൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇത് വലിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് മൊത്തം പൊളിഞ്ഞു വരും. അങ്ങനെ ആവാതിരിക്കാൻ നമ്മൾ പിന്നെയും കുറച്ച് ഫെവിക്വിക്ക് 4 നമ്മുടെ ആ ഒരു ബോക്സിന്റെ ആ ഒരു അടയ്ക്കുന്ന ഭാഗത്തെല്ലാം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇതാകുമ്പോൾ പൊളിഞ്ഞു വരുമെന്നുള്ള ടെൻഷൻ വേണ്ട. അങ്ങനെ നമ്മുടെ ഫുള്ള് പരിപാടി ഇവിടെ കഴിഞ്ഞേക്കാണ്. അങ്ങനെ നമ്മുടെ ചെറിയൊരു സ്മോക്കർ, നമ്മുടെ സ്മോക്കർ ബോംബ് എന്ത് വേണമെങ്കിലും വിളിക്കാം. അങ്ങനെ നമ്മുടെ സാധനം ഇവിടെ സെറ്റാണ്. ഇതിന്റെ ടെസ്റ്റിംഗ് സമയമാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു മരുന്ന് എല്ലായിടത്തൊക്കെ എത്തിയെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കുലുക്കിയൊക്കെ നോക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതിനെ ടെസ്റ്റ് ചെയ്യാം. എന്തായാലും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം. എന്തായാലും പിന്നെ വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം സ്ലോയിലാണ് കാണിക്കുന്നത് വിഷ്വൽ. കാരണം വെറും 2 സെക്കൻഡെങ്കിൽ 2 സെക്കൻഡേ ഉള്ളൂ സാധനം ശരിക്കും പറഞ്ഞാൽ വർക്കിംഗിൽ ഇരുന്നത്. ജസ്റ്റ് ആദ്യം വലിച്ചു, ഒന്നും അനങ്ങിയില്ല. പെട്ടെന്ന് ഒരു കത്തലുണ്ടായി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ സ്മോക്ക് ഉണ്ടായി. നമ്മളപ്പോഴും തിരിച്ചെടുക്കാൻ പോയപ്പോഴത്തേക്കാണ് പിന്നെ അത് കത്തിപ്പോഞ്ഞ് നല്ലപോലെ വന്നത്. എന്തായാലും ഈ ഒരു റിസൾട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ശരിക്കും സന്തോഷമാണ് തരുന്നത്. കാരണം നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ട് സാധനം വർക്കിംഗ് ആണെന്ന് അറിയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. എന്തായാലും നമ്മുടെ സാധനം എന്തായാലും വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷം. എന്തായാലും സാധനം ഇവിടെ പടയെന്ന് പറഞ്ഞ് കത്തി തീർന്നിട്ടുണ്ട്. ഇത്രയും നമ്മൾ ചെയ്തിട്ട് ഇത്രയും കത്തിയുള്ളതെന്നൊക്കെ തോന്നും, പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത്രയും കത്തത്തുള്ളൂ. പെട്ടെന്ന് കത്തുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് പോഞ്ഞ് തീരുകയും ചെയ്യും. അതാണ് സംഭവം. എന്തായാലും നമ്മുടെ സ്മോക്കറിന്റെ ചെറിയൊരു മിനിയേച്ചർ വേർഷൻ ഇവിടെ സക്സസ്ഫുൾ ആണ്.